السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد أدم في الله صلاة دائمة بدوام ملك الله. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം നാം അത് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. ഇപ്പോൾ ചെറുപ്പക്കാർ യുവാക്കളൊക്കെ വിവാഹമെത്തുമ്പോൾ അവർ പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി പോകും, സ്ത്രീകളെ കാണാൻ വേണ്ടി. ഒരു പെണ്ണിനെ കെട്ടണമെങ്കിൽ ആദ്യം നോക്കൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നാം ഏതൊരു ആളും വിവാഹത്തുന്ന സമയത്ത് കല്യാണം കഴിക്കുമ്പോൾ നാം ഒരാളെ കാണണം. അതെങ്ങനെയാണ് കാണേണ്ടത്? ഇന്ന് നേരെ ഓപ്പോസിറ്റാണ്. ഒരാൾക്ക് വേണ്ടി, ഒരു ചക്കനക്ക് വേണ്ടി, ഒരു സ്ത്രീയെ നോക്കാൻ വേണ്ടി, ഒരു പെണ്ണ് കെട്ടാൻ വേണ്ടി പോകുമ്പോൾ ആ പെണ്ണിനെ നോക്കുന്ന ആരാണ്? ഈ കെട്ടാൻ പോകുന്നവൻ്റെ കൂട്ടുകാരായിരിക്കും കൂടുതൽ കാണുന്നത്. എല്ലാവരും കൂട്ടിക്കൊണ്ട് പോവാൻ. എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ കൂട്ടുകാരെ കൊണ്ട് പറയുന്നത് എങ്ങനെയുണ്ട്, ഞാൻ ഇപ്പോൾ നോക്കാൻ പോകുന്ന പെണ്ണ് എങ്ങനെയുണ്ട്, ഇവരെ കൊണ്ട് നോക്കിക്കുകയാണ്. അല്ലെങ്കിൽ വേറെ ആരും കൊണ്ട് പോയി നോക്കിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇസ്ലാം പറയുന്നു, ആരാണോ പെണ്ണ് കെട്ടുന്നത്, പെണ്ണ് കെട്ടുന്നവനാണ് ആ പെണ്ണിനെ കാണാൻ വേണ്ടി പോകേണ്ടത്. അല്ലാതെ വേറെ ആർക്കും പോയിട്ട് നോക്കാൻ ഇവിടെ ഇസ്ലാം പറഞ്ഞിട്ടില്ല. പെണ്ണ് കെട്ടുന്നവൻ ആരാണോ അവൻ ആ കെട്ടുന്ന പെണ്ണിനെ നോക്കൽ അവനിക്ക് സുന്നത്തുണ്ട്, നോക്കാം. ഇസ്ലാം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അല്ലാതെ പക്ഷം അവൻ്റെ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോയി, അവൻ്റെ സഹപാഠികൾ, കൂട്ടുകാരും ചങ്ങായിമാരൊക്കെ ഒരു വണ്ടിയിലെത്തി കൊണ്ടുപോയി എന്നിട്ട് ഇവനെ കാണുന്നതിന് മുമ്പ് അവനെ കൊണ്ട് കാണിക്കുകയും അല്ലെ ഇവനെ കൊണ്ട് നേരിട്ട് കാണുക ഒന്നും ഇസ്ലാം പറയുന്നില്ല. ഇസ്ലാം അങ്ങനത്തെ വിഷയത്തിലേക്ക് പോകുന്നുമില്ല. ഇസ്ലാം പറയുന്നത് എന്താണ്? ആരാണോ ഒരു പെണ്ണ് കെട്ടുന്ന ചെക്കൻ ആരാണോ ആ ചെക്കൻ പെണ്ണിനെ കെട്ടാൻ വേണ്ടി പോകുമ്പോൾ അവരാണ് പെണ്ണിനെ കാണേണ്ടത്, അല്ലാതെ വേറെ ആളെ കാണാൻ പാടില്ല. വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അൻ മുഗീറത്ത് ബിൻ ശുഅബ അന്നഹു ഹതബ ഇംറഅതൻ വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ മുഗീറത്ത് ബിൻ ശുഅബ അന്നഹു ഹതബ ഇംറഅതൻ, ഹതബ അല്ല ഖതബാണ്, ഖതബ ഇംറഅതൻ വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻദുർ ഇലൈഹാ ഫഇന്നഹു അഹറ അൻ യുഅദമ ബൈനകുമാ. തിർമിദിന്റെ ഹദീസാണ്. അവിടെ പറയുന്നു, മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു എന്നാണ് ഈ വിഷയം പറയുന്നത്. അദ്ദേഹം പറയാണ്, ഞാനൊരു സ്ത്രീയിൽ നിന്ന് സ്ത്രീ വിവാഹാലോചനത്തിന് വേണ്ടി ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മുഗീറത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ അവളെ പോയി കാണണം, അവിടെ പോയി കാണണം. ഒരു സ്ത്രീയെ കണ്ടു എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീയെ ആലോചന നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ പോയി കാണുക എന്നുള്ളത് ആ സ്നേഹബന്ധം ഉണ്ടാക്കാൻ ഭാര്യയും ഭർത്താവും ആദ്യം തന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പോയി കാണുമ്പോൾ അവിടെ സ്നേഹബന്ധം ഉണ്ടാക്കാൻ കഴിയും. കാണുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവിടെ മുഖവും കൈ മാത്രമാണ് കാണുകൽ, അല്ലാണ്ട് മറ്റുള്ളൊന്നും നോക്കി പരിശോധിക്കേണ്ടതില്ല. അവിടെ മുഖവും കൈ നോക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ നല്ല പെണ്ണ് സ്വഭാവം ഇതൊക്കെ നോക്കണം, അതൊക്കെ അറിയണം. ആ പെണ്ണിൻ്റെ മുഖവും കൈയും നോക്കൽ അവനിക്ക് എന്തെങ്കിലും അനുവദീയമാണ്. അല്ലാതെ അവൻ നോക്കുന്നവൻ ആരാണോ പെണ്ണ് കെട്ടുന്നത് അവനല്ലാതെ വേറൊരുത്തനെ കൊണ്ട് നോക്കിക്കുക എന്നുള്ള ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ചില ആളുണ്ടോ, ഭർത്താവിൻ്റെ ആരാണോ കെട്ടുന്നത് അവർ ബാപ്പ പോയി നോക്കുന്നവരുണ്ടാകും. പക്ഷെ ഒരു ബാപ്പ നോക്കിയിട്ട് എനിക്ക് നല്ല ഒത്തിട്ടുണ്ട് കേട്ടോ പെണ്ണ്, ഞാൻ നോക്കിയിട്ട് വന്ന്. അങ്ങനെ ആകാൻ പാടില്ല. ബാപ്പക്ക് നോക്കാൻ പറ്റുമോ? മകനക്ക് കെട്ടേണ്ട പെണ്ണിനെ എങ്ങനെയാണ് ബാപ്പ പോയി നോക്കുക? പറ്റില്ലല്ലോ. അപ്പം കെട്ടാൻ പോകുന്ന അവരൊക്കെയാണ് ഇത് പറയുന്ന നിയമങ്ങൾ. അതിനാണ് മുഗീറത്ത് റളിയല്ലാഹു അൻഹു ഈ വിഷയം പറഞ്ഞത്. അപ്പം ആദ്യം പെണ്ണ് കാണാൻ പോകുന്നതിന്, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നാം പെണ്ണിനെ കാണാൻ പോകുക അനിവാര്യമാണ്. കാരണം ആ പെണ്ണ് നോക്കുമ്പോൾ അവിടെ ഭാര്യ ഭർത്താവിനുള്ള സ്നേഹബന്ധം നിർത്താൻ അതുകൊണ്ട് കാരണമാകും. നോക്കാതെ നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിൻ്റെ എന്തെങ്കിലും ന്യൂനതകളോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫിർക്കത്തുണ്ടാക്കാൻ അതുകൊണ്ട് കഴിയും. അപ്പം നീ ആദ്യം തന്നെ നോക്കിയിട്ടില്ലേ, നീ നോക്കാണ്ടല്ലേ കല്യാണം കഴിച്ചത് എന്നൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് നിനക്ക് കുഫ് ഓർക്കുന്നുണ്ടോ, നിനക്കത് വെക്കുന്നുണ്ടോ, നിനക്കത് അതിയാകുമോ, നിനക്ക് തൃപ്തിയാകുമോ എന്നെല്ലാം നോക്കണമെങ്കിൽ വിവാഹത്തിന് മുമ്പ് നീ ആ പെണ്ണിനെ പോയി കാണണം. അതാണ് ഈ ഹദീസ് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ആദ്യം ഏതൊരു ചെക്കനും പെണ്ണിനെ കാണുമ്പോൾ ആ പെണ്ണിനെ കാണാൻ വേണ്ടി പോകൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. കാരണം അതുകൊണ്ടാണ് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അന്നഹു ഖതബ ഇംറഅതൻ വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ,
നീ പെണ്ണിനെ ആലോചന ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ റസൂൽ എന്താ പറയുക, ഒന്നും അറിയില്ല, നീ അവളെ പോയി കാണണമെന്ന് അറിയില്ലേ? നിങ്ങൾ പരസ്പരം ആക്കടയിൽ സ്നേഹബന്ധം സ്ഥാപിക്കാൻ അതുകൊണ്ട് കഴിയും, അതുകൊണ്ട് പോകണമെന്ന് ഇവിടെ റസൂൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മിനീങ്ങളെ, പെണ്ണ് കാണാൻ പോകുന്ന ചക്കനോടാണ് ഈ പറയുന്നത്, നീ നിന്റെ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോയി കൂട്ടുകാരെ കൊണ്ടല്ല കാണിക്കേണ്ടത്, നീയാണ് ആദ്യം കാണേണ്ടത്, കൂട്ടുകാർക്ക് കാണിക്കാനല്ല കൊണ്ടുപോകേണ്ടത്. അവർ ഗൗരവം മനസ്സിലാക്കണം. ഇന്ന് ഏറ്റവും മാറിയിരിക്കുകയാണ്. ഇന്ന് ചെക്കന് ഏതാണോ ചെക്കൻ പെണ്ണ് കെട്ടുന്നത് ഇവനല്ല നോക്കുന്നത്, വേറെ കൂട്ടുകാരെ കൊണ്ട് നോക്കിക്കുന്ന കാലമാ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. കെട്ടുന്നതിന് നിയമം ഒരുപാട് പറയുന്നുണ്ട്. ആ പെണ്ണ് എങ്ങനത്തെ പെണ്ണിനെ കെട്ടണമൊക്കെ പറയുന്നുണ്ട് ഇസ്ലാമിൽ, അതെല്ലാം അവിടെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മളൊക്കെ അറിയുന്ന കാര്യമാണ്. ഇതിനൊക്കെ ഒന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 3-4 മിനിറ്റ് കൊണ്ട് ആ വിഷയം പറഞ്ഞുകൊണ്ടിട്ട് പരത്തേണ്ടതില്ല. ചുരുക്കി പറഞ്ഞാൽ, പെണ്ണ് കാണാൻ വേണ്ടി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണിനെ കാണൽ അവനിക്ക് അനിവാര്യമാണ്, കാണാൻ സുന്നത്താണ്. അവൻ്റെ മുഖം, അവിടെ കൈയൊക്കെ നോക്കുന്നുണ്ട്, വിരോധമില്ല. അവനല്ലാതെ വാപ്പനെ കൊണ്ട് നോക്കിക്കാൻ പാടില്ല. അപ്പോൾ അത് പോകണമെന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഒരു പെണ്ണിനെ കെട്ടുന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ കെട്ടുന്നതിന് മുമ്പ് നീ ആ പെണ്ണിനെ പോയി നോക്കണമെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഗീറത്ത് റളിയല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കോട് പറയാണ്, നിങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ പെണ്ണിനെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ആ പെണ്ണിൻ്റെ മുഖവും കൈയും നോക്കണം. എന്നിട്ട് ബാക്കിയുള്ളത് ഇസ്ലാം പറയാല്ലേ, അങ്ങനെ നോക്കൽ എനിക്ക് അനുവദീയമാണ്, അല്ലാത്തതിനൊക്കൊന്നും ആരെ കൊണ്ട് നോക്കിക്കാൻ പാടില്ല. പിന്നെ നീ നോക്കിയതിന് ശേഷം നിൻ്റെതായ സഹോദരിമാരെ കൊണ്ട് നോക്കുന്നുണ്ട്, സഹോദരി പെങ്ങന്മാരുണ്ടാവും, അവരെ കൊണ്ട് നോക്കാമെന്നല്ലാതെ പിന്നെ നിൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ പോയി നോക്കാതൊന്നും പറയേണ്ടതില്ല. അതുകൊണ്ട് നോക്കേണ്ടത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഈ നിലക്ക് ഒരുപാട് വിഷയങ്ങൾ, അതിനെപ്പറ്റി ഒരുപാട് വിഷയങ്ങൾക്ക് പഠിക്കാനുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഘട്ടമായി ഓരോ വിഷയങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട, ഇത് ഇപ്പോൾ പറയാൻ കാരണം, ഇന്നലെ ഇവിടെ നടക്കുമ്പോൾ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യം കണ്ടതുകൊണ്ടാണ്. അവൻ പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോൾ അവനേക്കാൾ ഏറ്റവും കൂടുതലുള്ള ചെറുപ്പക്കാർ അവൻ്റെ സുഹൃത്തുക്കളെയാണ് പോയി കണ്ടത്, ഇവർ പിന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം ഞാനിവിടെ പറയാൻ കാരണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ നിലക്ക് നല്ല ഇസ്ലാമിക ചട്ടയിലൂടെ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആൾ ദുആരിക്കാൻ പറഞ്ഞവരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴ വല്ലാത്ത തമിഴ്നാട്ടിലും വയനാട്ടിലും ബാംഗ്ലൂരിലും ഇവിടെയൊക്കെ മഴ വന്നുകൊണ്ട് വല്ലാത്ത പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദക്ഷിണ കന്നഡ, മംഗളൂർ സൈഡൊക്കെ കൊടകിലെല്ലാം മഴ വന്നുകൊണ്ട് പ്രയാസപ്പെടുകയാണ്. അള്ളാഹുവെ, ഇപ്പോൾ എന്തോ ഒരു കാലാവസ്ഥയാണ്. അള്ളാഹു അങ്ങനെയുള്ള ദുർമരണങ്ങൾ തൊട്ടും അപകടത്തൊട്ട് അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. എല്ലാ ശർറിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പെണ്ണ് കെട്ടാൻ പോകുന്ന ചെറുപ്പക്കാരനോടാണ് ഈ വിഷയം പറയുന്നത്. ചെറുപ്പക്കാരൻ മനസ്സിലാക്കണം, കെട്ടാൻ വേണ്ടി പോകുന്ന ചെറുപ്പക്കാരനാണ് പോയി കാണേണ്ടത്. ആ കാണേണ്ടത് അവിടെ മുഖവും കൈയും മാത്രമാണ് നോക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.